Hello everyone, welcome to Ace Education. Am I audible? Okay, കേൾക്കാലോ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ടു ക്രാക്ക് UGC നെറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻ 3 months. നമ്മുടെ മുന്നിൽ ഒരു 3 months ആണ് ഇനിയുള്ളത്. ഈ ഒരു 3 monthsൽ നമുക്ക് നെറ്റ് എക്സാമിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു ഫെയിലായി വീണ്ടും ട്രൈ ചെയ്യുന്നവരുണ്ടാവാം ഇല്ലേ? നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് പറയാമോ? ജസ്റ്റ് ചാറ്റിൽ ഇട്ടാൽ മതി. നിങ്ങൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണോ, അതോ ഒരുപാട് പ്രാവശ്യം ഫെയിലായി വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരാളാണോ? അതുപോലെ നിങ്ങൾ JRFന് വേണ്ടിയിട്ടാണോ അതല്ല നെറ്റിന് വേണ്ടിയിട്ടാണോ എയിം ചെയ്തിട്ടുള്ളത്? ഇതൊന്ന് ജസ്റ്റ് ചാറ്റിലിടോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 3 months ആണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞു. ഈ ഒരു 3 monthsൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇത് പോസിബിൾ ആണെന്നാണോ അതോ ഇമ്പോസിബിൾ ആണെന്നാണോ ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, പലർക്കും പോസിബിൾ ആണെന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്, എന്നാൽ പലരും ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നവരുണ്ട് ഇല്ലേ? സോ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനും അതുപോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അപ്രോച്ചും ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതിലൂടെയാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, എന്തായാലും നമുക്ക് ഈ ഒരു 3 months കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു 3 months മതി നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ. 3 monthsന്റെ പ്രിപ്പറേഷൻസ് തന്നെ ധാരാളമാണ്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ് നേടുക എന്നുള്ളത് ഈ ഒരു 3 monthsൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൊണ്ടുപോവേണ്ടത് എന്ന് പറയുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് നെറ്റ് എക്സാം എന്താണ് അതിന്റെ ഒരു പേർപ്പസ്, അതുപോലെ ഏജ് ലിമിറ്റ് ഉള്ള ഒരു എക്സാം ആണോ, ഏത് ടൈപ്പ് എക്സാം ആണ്, ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് നെറ്റ് എക്സാം? നെറ്റ് എക്സാം എന്ന് പറഞ്ഞത് നാഷണൽ ലെവലിൽ നടത്തുന്ന എക്സാം ആണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ നെറ്റ് എക്സാമിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, PG കംപ്ലീറ്റ് ചെയ്തു. PG കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ് എന്ത്? UGC നെറ്റ് എന്നുള്ളത്. ഓക്കെ, നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? PG കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ എത്ര പേപ്പേഴ്സ് ആണ് നെറ്റിന് ഉള്ളത് എന്നുള്ളത്. നമുക്ക് നെറ്റിന് മെയിൻ ആയിട്ട് 2 പേപ്പേഴ്സ് ആണ് വരുന്നത്, ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും. പേപ്പർ 1ലും പേപ്പർ 2നും സെയിം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേപ്പർ 1ന്റെ ഒരു കേസ് നോക്കാം. നമുക്ക് വരുന്ന പേപ്പേഴ്സ് എന്ന് പറഞ്ഞത് പേപ്പർ 1 ഉണ്ട്, അതുപോലെ പേപ്പർ 2 ഉണ്ട്. ഓക്കെ, പേപ്പർ 1ലാണെങ്കിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആ വരുന്നത്? 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേപ്പർ 2ലുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഇനി പേപ്പർ 1ൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 50 ക്വസ്റ്റ്യൻസ് അല്ലേ? 50 × 2 എന്ന് പറഞ്ഞാൽ 100 മാർക്കാണ് പേപ്പർ 1ൽ ഉണ്ടാവുക. എന്നാൽ പേപ്പർ 2 200 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക്. ഇനി നമുക്കിതിൽ വേറെ ഒരു കാര്യം വരുന്നത് എന്താ? സ്കോറും അതുപോലെ നമ്മുടെ എന്താ പറയാ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് വരുന്ന അടുത്തൊരു ഡൗട്ട്. നമുക്ക് എന്തില്ല, നെറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഒരു എക്സാമിൽ നമ്മൾക്ക് ഉള്ള യൂണിറ്റ്സിന്റെ കൗണ്ട്, അതായത് പേപ്പർ 1ൽ 10 യൂണിറ്റ്സ് വരുന്നുണ്ട്, പേപ്പർ 2ലാണെങ്കിലും 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. ടോട്ടലി നമ്മൾ 20 യൂണിറ്റ്സ് ആണ് നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ എല്ലാ യൂണിറ്റും കവർ ചെയ്യണമെന്നില്ല കേട്ടോ. അതായത് നമ്മുടെ എക്സാമിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 20 യൂണിറ്റും കംപ്ലീറ്റ്ലി കവർ ചെയ്യണം എന്നുള്ള ഒരു നിബന്ധനയും നമ്മുടെ മുന്നിലില്ല. നമ്മുടെ മുന്നിലുള്ള ഒരു നിബന്ധന എന്താന്ന് വെച്ചാൽ കട്ട് ഓഫിനപ്പുറം മാർക്ക് കിട്ടുക എന്നുള്ളതാണ്.
അതുപോലെ നമ്മൾ ചെയ്യേണ്ട, ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പേപ്പർ 1-നും പേപ്പർ 2-ലും ഞാൻ പറഞ്ഞു സെയിം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്നുള്ളത്. സോ അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 40%, അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പേപ്പർ 1-ൽ 40%, അതുപോലെ പേപ്പർ 2-ൽ 40% മാർക്കും മിനിമം സ്കോർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ പേപ്പർ 1-ലെ ആൾക്ക് 40% മാർക്ക് സ്കോർ ചെയ്യണം, പേപ്പർ 2-ൽ 40% മാർക്ക് സ്കോർ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫ് എത്രയാണോ വന്നിട്ടുള്ളത് അതിലപ്പുറത്തേക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. മെയിൻ ആയിട്ട് പലരും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയയുമാണിത്. പേപ്പർ 1 ഒരുപാട് പഠിച്ച് പേപ്പർ 2 തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇരിക്കുന്നവരുണ്ട്. അതുപോലെ പേപ്പർ 2 ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് പേപ്പർ 1 കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ടിനും സെയിം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. ഓക്കെ. സോ രണ്ടിലും, അതായത് 40% സ്കോർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് 20 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. പേപ്പർ 2-ന്റെ കേസിലാണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ മിനിമം കറക്റ്റ് ആക്കിയിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ നെറ്റിന്റെ സിലബസിൽ വരുന്ന പേപ്പർ 1-ഉം പേപ്പർ 2-ഉം തമ്മിലുള്ള ഡിഫറൻസുകളും മാർക്കും ക്വസ്റ്റ്യൻസിന്റെ കൗണ്ടും ഒക്കെ. ഓക്കെ. ഇതുപോലെ അടുത്ത ഒരു ഡൗട്ട് വരുന്നുണ്ടാവുക ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ്, നെറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നെറ്റിനൊരു പ്രത്യേക ഏജ് ലിമിറ്റ് ഒന്നും വരുന്നില്ല. ഏത് ഏജിലുള്ള ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, നെറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈമിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനും അതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. പക്ഷെ JRF ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ JRFന് ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. JRFന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണ്. ഓക്കെ. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ 30 ആണ്, അല്ലെങ്കിൽ ബിലോ 30, ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 30-ൽ കൂടുതൽ ഏജ് ആയിട്ടുള്ള ഒരാൾക്ക് JRFന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഓക്കെ. ഇനി ഇവിടെ തന്നെ റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർ, അതായത് OBC, SC, ST, അതുപോലെ വുമൺസ്, ഇവർക്കൊക്കെ എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. അതായത് 35 വരെ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അൺറിസർവ്ഡ് അല്ല റിസർവ്ഡ് കാറ്റഗറിയിലാണ്, OBCയോ SC, STയോ ഗേൾസോ ഒക്കെ ആണെങ്കിൽ 35 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, JRFനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. UGC നെറ്റ് എക്സാം എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണ്, എത്ര പേർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എലിജിബിലിറ്റി. അതായത് ആർക്കൊക്കെ നെറ്റ് എഴുതാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമുക്ക് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രീമിൽ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ എന്താണ് നിന്ന് PG പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കും, ഇനി അതല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താണ് ഇപ്പോൾ മാസ്റ്റേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും നെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ 55% മിനിമം അവർക്ക് എന്ത് വേണം, PGയിൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ഇനി റിസർവ്ഡ് കാറ്റഗറിക്കാരാണെങ്കിൽ 50% മാർക്ക് മിനിമം ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്ര മാർക്ക് നമ്മൾ മിനിമം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അത്ര മാർക്ക് നമുക്ക് മിനിമം കിട്ടിയിട്ടുണ്ട് PGയിൽ എന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നമുക്ക് നെറ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. പിന്നെ അടുത്ത ഒരു കേസ് വരുന്നത്, ഇപ്പൊ നമ്മൾ നെറ്റ് എക്സാം എന്താന്നുള്ളതൊക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ നെറ്റിന്റെ ക്വാളിഫിക്കേഷൻസ്, ഏതൊക്കെ ടൈപ്പ് ക്വാളിഫിക്കേഷൻസ് ആണ് നെറ്റിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നെറ്റിൽ നമുക്ക് 3 ടൈപ്പ് ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളതാണ്. ഇവിടെ JRFും അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടും അതുപോലെ PhDക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഈ 3 ക്വാളിഫിക്കേഷൻസും JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്നത് എന്താ, അപ്പം നമ്മൾ PhDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. അറൌണ്ട് 35 to 50K നമുക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് നമ്മൾ PhD ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. അതായത് JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ കേട്ടോ.
ഇനി അതല്ല നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് PhD അഡ്മിഷൻ ആണെങ്കിൽ അവിടെ JRFനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും നാഷണൽ ലെവലിലെ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് PhD അഡ്മിഷൻ കൂടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി അതല്ല ഒരാൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് PhD അഡ്മിഷൻ ഓൺലി ആണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? നമ്മുടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ എന്താണ് PhDക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസും NTA ഈ ഒരു നെറ്റ് എക്സാമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ JRF, നെറ്റ്, PhD ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് എന്തിലുള്ളത്? നെറ്റ് എക്സാമിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഡൗട്ട് നമുക്ക് വരുന്നുണ്ടാവുക കട്ട് ഓഫ് എന്താന്നുള്ളതാണ്. ഞാൻ ഒരുപാട് നേരമായി കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കട്ട് ഓഫ് എന്താ? അപ്പൊ എത്രയായിരിക്കും കട്ട് ഓഫ് വരുന്നുണ്ടാവുക? അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് നമ്പർ അല്ല. ഓക്കെ, ഓരോ ഇയറിലും ഓരോ കാറ്റഗറിയിലും അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ നെറ്റിന്റെ കട്ട് ഓഫ് ആയിരിക്കില്ല PhDന്റെ കട്ട് ഓഫ്, അതിന്റെ കട്ട് ഓഫ് ആയിരിക്കില്ല JRFന്റെ കട്ട് ഓഫ്, അതും ഈ ഒരു ജൂണിലെ കട്ട് ഓഫ് ആയിരിക്കില്ല ഡിസംബറിലെ കട്ട് ഓഫ്. സോ അങ്ങനെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പെർസെന്റേജിലാണ് അത് മെഷർ ചെയ്യുന്നത്, പെർസെന്റേജ് ആയിട്ടല്ല. അതുപോലെ ഓരോ ഇയറിലും അത് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ കൂടി എന്ത് ചെയ്തിട്ടാണ്, ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടേമിലെ കട്ട് ഓഫ് ഇവിടെ നോക്കുക. ലാസ്റ്റ് ടേമിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് JRFന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 186 ആണ്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിന്റെ JRFന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 186 ആണ്. അൺറിസർവ്ഡിന്റെ നെറ്റിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 158ഉം അതുപോലെ PhDന്റെ കട്ട് ഓഫ് 140 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ജൂൺ 2025 കേട്ടോ. ഓക്കെ, ഇനി അത് നമ്മൾ ഡിസംബർ 2024ലേക്ക് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ JRFന്റെ കട്ട് ഓഫ് കുറച്ചുകൂടി കൂടുതലായിരുന്നു. 198 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. നെറ്റ് 172 ആയിരുന്നു. അതുപോലെ PhDന്റെ കട്ട് ഓഫ് 152 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ജൂൺ 2024 എക്സാമിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 218 ആയിരുന്നു JRFന്റെ അൺറിസർവ്ഡ് കാറ്റഗറിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. നെറ്റിനാണെങ്കിൽ 188 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. 166 ആയിരുന്നു PhDന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഓരോ ടേമിലെയും നെറ്റിന്റെയും JRFന്റെയും PhDന്റെയും കട്ട് ഓഫ് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടേമില് മുന്നേ ഉള്ള എക്സാമിന് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ടേമിലെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. മെയിൻ ആയിട്ടും കട്ട് ഓഫ് കുറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എക്സാം ഭയങ്കര ടഫ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരും ഈ ഒരു ലെവലിലെ പെർഫോം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് ടേമിലെ എക്സാമിന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കട്ട് ഓഫ് കുറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നത് കൊണ്ട് തന്നെ ഒരു 3 ഹവറിന്റെ ഉള്ളിൽ മേ ബി ഒരു 4 or 5 ഹവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ 3 ഹവറിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അത്ര സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് എക്സാം ആയിരുന്നു ലാസ്റ്റ് ടേമിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫും വളരെ കുറവായിരുന്നു. ഓക്കെ, സോ ടൈം മാനേജ്മെന്റ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടൈം മാനേജ്മെന്റ് കൂടി ഉണ്ടെങ്കിൽ, അങ്ങനെ അതുകൂടി ചെയ്തിട്ടുള്ള ഒരാൾക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് എക്സാം ആയിരുന്നു ലാസ്റ്റ് ടൈമിൽ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സാം എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ആണ് ബേസിക് ആയിട്ട് നെറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ ഒരു 3 മന്ത്സിൽ നമുക്ക് ഈ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവോ എന്നുള്ളതിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? 3 മന്ത്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവോ? സോ നോക്കാം. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് ഒരുപാട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവാം ഇല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും അവിടെ നിന്നും നമുക്ക് നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത്? അതിന്റെ റീസൺസ് ആരെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? ക്വാളിഫൈ ചെയ്യാത്തവരുടെ കേസിൽ, ഇതിനു മുന്നേ അറ്റൻഡ് ചെയ്തവരുടെ കേസിൽ നോക്കിയിട്ടുണ്ടായിരുന്നോ എന്നൊന്ന് പറയോ? യെസ്, കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് അല്ലെ? അപ്പൊ പലരും പറയുന്ന ഒരു കേസ് അതാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ് ക്വാളിഫൈ ചെയ്യാത്തത്. അതുപോലെ വേറെയും കുറച്ച് റീസൺസ് ഉണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സിലബസ് ഒരു ഫാക്ടർ ആണ്. സിലബസ് ഒരു ഫാക്ടർ ആണ് എന്ന് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും സിലബസ് എടുത്ത് നോക്കും ഇല്ലേ?
അപ്പൊ ആ സിലബസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടോപ്പിക് അതിലുണ്ട്. ഓക്കെ, ആ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക് ഏതാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മേ ബി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ലോജിക് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അതിന്റെ ഉള്ളിലായിട്ട് പ്രൊപ്പോർഷണൽ ലോജിക് ഉണ്ട്, പ്രെഡിക്കേറ്റ് ലോജിക് ഉണ്ട്. അപ്പൊ ഈ പ്രൊപ്പോർഷണൽ ലോജിക് എന്താ, പ്രെഡിക്കേറ്റ് ലോജിക് എന്താ, ഈ സിലബസ് മാത്രം നോക്കുന്ന ഒരാൾ അത് നോക്കിയിട്ടുണ്ടായിരിക്കും, മസ്റ്റായിട്ടും അതെന്താന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ അണ്ടറിൽ വേറെയും ടോപ്പിക്സ് ഉണ്ടോ, ഏതൊക്കെ സബ് ടോപ്പിക് ആണ് അതിന്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത് നോക്കാത്തതിന്റെ കാരണം കൊണ്ട് എന്ത് മിസ്സായിട്ടുള്ളവരായിരിക്കാം, മേ ബി നെറ്റ് അല്ലെങ്കിൽ JRF മിസ്സായിട്ടുള്ളവരായിരിക്കാം, ഇല്ലേ? അപ്പോൾ മെയിൻ ആയിട്ടും സിലബസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ആണ്, യൂട്യൂബിലാണെങ്കിലും അതുപോലെ നമ്മുടെ തന്നെ ക്ലാസ്സുകളിലാണെങ്കിലും പേപ്പർ ആണെങ്കിലും വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഈ റിസോഴ്സ് നമ്മൾ വിചാരിച്ച പോലെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ മുന്നിലുള്ള റിസോഴ്സ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഫാക്ടർ. ഇപ്പൊ റിസോഴ്സ് വിചാരിച്ച പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറ്റാതെ പോകുന്ന സമയത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ള ഈ ഒരു കാര്യം അവിടെ എന്തായിട്ട് മാറും, കിട്ടാണ്ട് ഫെയിലിയറിലേക്ക് വരുന്നുണ്ടാവും. സക്സസിന് പകരം നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും ഫെയിലിയർ ആണ്. ഓക്കെ, അതുപോലെ ഇപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ മുന്നേയുള്ള പല മോട്ടിവേഷൻസും കേട്ട് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് വരും, നെറ്റ് എന്തായാലും എനിക്ക് നെറ്റ് എടുക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പഠിക്കാനിരിക്കും, ഇല്ലേ? ആരാണെങ്കിലും പഠിക്കാനിരിക്കും. അപ്പോൾ ഒരു 2-3 ദിവസം നമ്മൾ അങ്ങനെ പഠിച്ചു. ഓക്കെ, പക്ഷെ 4ാമത്തെ ദിവസം നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായി എന്ന് വിചാരിക്കാം, നമ്മൾ എന്താ ചെയ്യുക, അന്ന് ഇരുന്ന് പഠിക്കോ അതോ ഫംഗ്ഷന് പോവോ? മസ്റ്റായിട്ടും ഫംഗ്ഷന് പോകും, അല്ലേ? അപ്പോൾ അങ്ങനെ ഫംഗ്ഷന് പോകുന്ന സമയത്ത് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഈവനിങ് ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ നമുക്കൊരു മടി കുടുങ്ങിയിട്ടുണ്ടാവും, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇല്ല, നമുക്ക് പിന്നെ നോക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ വെക്കും. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി മിസ്സാക്കുന്ന സമയത്ത് നമ്മൾ എത്തുന്നത് എവിടേക്കാ, സക്സസിലേക്കാണോ ഫെയിലിയറിലേക്കാണോ? ഫെയിലിയറിലേക്കാണ്, അല്ലേ? നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവൂ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഓ ഇന്ന് പഠിച്ചു നാളെ പഠിച്ചില്ല എന്നതിലപ്പുറം എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ചെങ്കിലും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുള്ളൂ, നെറ്റ് അല്ലെങ്കിൽ JRF എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ പലരും വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ്, ഇപ്പൊ നമ്മൾ ഒരു PYQ കാണുകയാണ്, അപ്പൊ ആ PYQ നമ്മൾ എന്തായാലും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിലുള്ള കൺസെപ്റ്റ് എന്താ, അതിലെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലിയർ ആവാത്ത സമയത്ത് നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ കൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ ചെയ്യാന്നുള്ള ഈ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അതാണ് പലരെയും ഫെയിലിയറിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം PYQ ചെയ്യുക എന്നതിലപ്പുറം കൺസെപ്റ്റിന്റെ കൂടെ PYQ ചെയ്യുക എന്ന ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ എന്നാണോ മാറുന്നത് അന്നായിരിക്കും നമ്മുടെ കൂടെ സക്സസ് എത്തുന്നുണ്ടാവുക. ഓക്കെ, സോ മാക്സിമം PYQs നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം ഇങ്ങനെ PYQs ഒന്നും അറ്റൻഡ് ചെയ്യാതെ നമ്മൾ എക്സാം ഹോളിൽ എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരുപാട് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ PYQs ഒന്നും നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു. സോ അങ്ങനെ നമ്മൾ എക്സാം ഹോളിലെത്തി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു 150 ക്വസ്റ്റ്യന്റെ കാര്യങ്ങൾ നമ്മൾ കാണാണ്, ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ യൂണിറ്റിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നിലൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് എവിടെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് വരുന്നില്ല, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയില്ല, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക, DIയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കുക, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലോജിക്കിലുള്ള ഡിസ്ക്രീറ്റിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ടോട്ടോളജി സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, നമ്മുടെ ഫീസിൽ തന്നെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ടോട്ടോളജി സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ടോട്ടോളജി സോൾവ് ചെയ്യാൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ആ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല, പക്ഷെ ടോട്ടോളജി എന്താണെന്നും അത് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതും നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് എക്സാം ഹോളിൽ ഇരുന്നിട്ട് അത് കണ്ടുപിടിക്കാനുള്ള ടൈം ഉണ്ടാവും. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ടൈം മാനേജ് ചെയ്തിട്ട് ആ ഒരു 2 മാർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മാർക്ക് കിട്ടൂല, ഇല്ലേ? ടൈം മാനേജ്മെന്റ് നമുക്ക് അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക, സക്സസ് ആണോ ഫെയിലിയർ ആണോ? മസ്റ്റ് ആയിട്ടും ഫെയിലിയർ ആണ്, അല്ലെ? നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവിടെ ഫെയിൽ ആയി എന്നുള്ളതാണ്. സോ
സോ ടൈം മാനേജ്മെന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് PYQs, മോക്ക് ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്ത് ആ ഒരു ടൈമിന് നമ്മൾ മാനേജ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തൊരു ഫാക്ടർ, ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഒരു ഫാക്ടറിനെ റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ആ ഒരു എക്സാമ്പിളിൽ ഇരുന്നിട്ട് അതെങ്ങനെയാ ചെയ്യാൻ നമുക്ക് കിട്ടുന്നില്ല. എന്താ എങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പം എന്താവും, സ്ട്രെസ്ഡ് ആവും. ഞാൻ പഠിച്ചതാണല്ലോ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒന്നല്ലെങ്കിൽ സ്ട്രെസ്ഡ് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആവുന്നുണ്ടാവും ഇല്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഈസി ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ അവിടെ എന്തെങ്കിലും സ്റ്റക്ക് ആയി പോവുകയും അങ്ങനെ ആങ്ഷ്യസ് ആയതിന്റെ പേരിൽ നമ്മൾ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റാണ്ട് വരികയും ചെയ്യും ഇല്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോഴും എന്താണ്, അത് ഒരു ഫെയില്യൂറിനുള്ള റീസൺ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയാണോ ഓവർകം ചെയ്യുക എന്നുള്ളത് നോക്കി ചെയ്യണം. ഓക്കെ, സോ എന്നാൽ മാത്രമേ സക്സസിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റെപ്പിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഫെയില്യൂറിനുള്ള റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ സക്സസിലേക്ക് എത്താം, എങ്ങനെ നമുക്ക് ഇതെല്ലാം നോക്കിയിട്ട് ഒരു 3 monthsന്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് നെക്സ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓരോ സ്റ്റെപ്പിലൂടെയും പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് സിലബസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ വേറെ എന്താണ് ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ സിലബസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ, നെറ്റ് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഒരുപാട് പോർഷൻസ് ഉണ്ട് സിലബസിൽ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കൂടി പഠിക്കുക എന്നതിലപ്പുറം ഓരോ സിലബസിന്റെ ഉള്ളിലും ഏതൊക്കെ ടോപ്പിക്കാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാന്നുള്ളതും കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഞാൻ നമ്മുടെ 10 യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക് വരുന്നുണ്ട് ഇല്ലേ. മാത്തമാറ്റിക്കൽ ലോജിക് വരുന്നുണ്ട്, അതുപോലെ സെറ്റ് ആൻഡ് റിലേഷൻ എന്നുള്ള ടോപ്പിക് വരുന്നുണ്ട്, അതുപോലെ ഗ്രാഫ് തിയറി വരുന്നുണ്ട് ഇല്ലേ, അതുപോലെ ഗ്രൂപ്പ് തിയറി വരുന്നുണ്ട്, അതുപോലെ ബൂളിയൻ എക്സ്പ്രഷൻസ്, ബൂളിയൻ അൽജിബ്ര വരുന്നുണ്ട്, അതുപോലെ ഇതിൽ എന്ത് വരുന്നുണ്ട്, ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ടോപ്പിക് വരുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഓരോ ടോപ്പിക്കിനും അണ്ടറിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത്, ഇതിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് സിലബസ് നമ്മൾ അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ അടുത്തൊരു യൂണിറ്റ് നോക്കുക, കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ. ഇതിന്റെ കേസിലാണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോർഷൻസ്, എക്സാമിന് ഇതുവരെ വരാത്ത പോർഷൻസ് എല്ലാം സിലബസിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ള ഈ നമ്മുടെ 3rd യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉണ്ട് ഇല്ലേ. നിങ്ങൾക്ക് അറിയോ ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉണ്ടെന്നുള്ളത് അറിയോ? ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ലാംഗ്വേജുകൾ ഉണ്ട്. മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എക്സാമിന് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, C++, ജാവ, ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തൊക്കെയാണെന്നും അതിന്റെ ഒരു സിൻടാക്സ് എന്താണെന്നുള്ളതും നമ്മൾ കറക്റ്റ് ആക്കി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതുപോലെ ഇതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് ഏതൊക്കെയാണ്, അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്ക് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതുപോലെ അടുത്ത യൂണിറ്റ് ആണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിൽ നിന്ന് വരുന്ന ടോപ്പിക്സ്, ഇതിന്റെ ഓരോ ടോപ്പിക്കിന്റെ സബായിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് സിലബസിൽ കൊടുത്തിട്ടുള്ള ആ ടോപ്പിക്ക് മാത്രമല്ല, നമുക്ക് അതിന്റെ അണ്ടറിലായിട്ട് ഒരുപാട് ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക. മെയിൻ ആയിട്ടും ഏതെന്നായിരിക്കും നമ്മുടെ മെയിൻ റെഫറൻസ് ബുക്ക്. ഈ ഓരോ യൂണിറ്റിനും റെഫറൻസ് ബുക്ക് ആയിട്ട് വരുന്നത് ഏത് ബുക്കാണെന്നുള്ളത് നോക്കുമ്പോഴാണ്. ഓക്കെ, ഇപ്പൊ ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷന്റെ കേസിലാണെങ്കിൽ കെന്നത്ത് റോസന്റെ ബുക്ക് ഉണ്ട്. ഈ ഒരു ബുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഓരോ ടോപ്പിക്കും അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിന്റെ കേസിലാണെങ്കിൽ മോറിസ് മാനോന്റെ ബുക്ക്, നമ്മൾ ഈ ഒരു ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്, സബ് ടോപ്പിക് ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആക്കി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ നമ്മുടെ ഓരോ യൂണിറ്റിനും നമുക്ക് എന്തുണ്ട്, ഒരു മെയിൻ റെഫറൻസ് ബുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു റെഫറൻസ് ബുക്ക് ഏതാണോ അത് നമ്മൾ നോക്കുക. അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്
നോക്കിയിട്ട് എക്സാമിന് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണോ അതൊന്നായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മൾ കറക്റ്റ് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ, ഈ ഒരു 3 മന്തിനുള്ളിൽ നെക്സ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത യൂണിറ്റ് വരുന്നത് SC ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനാണെങ്കിൽ നമുക്ക് പ്രസ്മാന്റെ ബുക്ക് ഉണ്ട്, അതിൽ നിന്ന് കറക്റ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ അത് പഠിച്ചെടുക്കുക. അതുപോലെ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലർ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ ഓരോ യൂണിറ്റിനും മെയിൻ ആയിട്ട് ഒരു റെഫറൻസ് ബുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ ആ റെഫറൻസ് ബുക്ക് ഏതാണോ അത് നമ്മൾ നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന സബ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഇത് എക്സാമിന് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്ക്രീറ്റ് സ്ട്രക്ചറിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിനാണെങ്കിൽ ഇതിൽ ഒരുപാട് ടോപ്പിക് സിലബസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിലബസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കിന്റെ അണ്ടറിലും വേറെയും സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സബ് ടോപ്പിക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, അനലൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ PYQ എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെയുള്ള PYQs നമ്മൾ അനലൈസ് ചെയ്യണം, ഏതൊക്കെ PYQs നമ്മൾ നോക്കണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് 2019 നമ്മുടെ സിലബസ്, പുതിയ സിലബസ് വന്നിട്ടുള്ളത്. സോ 19 മുതൽ 2020-25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PYQs അവൈലബിൾ ആണെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് നമ്മുടെ എയ്ഫറിന്റെ ആപ്പിൽ ഇ ബുക്ക് ആയിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിനത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഈ PYQs അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം ഇത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2019 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് നോക്കണമെന്നില്ല കേട്ടോ. മീൻസ് അതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പാറ്റേൺ ഒരുപാട് ഡിഫറെന്റ് ആണ്. അന്ന് ചോദിച്ച ആ ഒരു ഏരിയാസിനല്ല ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത്. അന്ന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിക്കുന്ന ഏരിയാസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ 19th മുതലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തെടുക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ഇയറിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അത് ലിസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഏത് ടോപ്പിക് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു ലിസ്റ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമ്മുടെ 10 യൂണിറ്റ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ഇയർ വൈസിൽ ഏതൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ജൂൺ 2024 ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന് 14 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റീ എക്സാം നടത്തി ഓഗസ്റ്റിൽ റീ എക്സാം നടത്തിയ സമയത്ത് ആ ഒരു സെയിം യൂണിറ്റിന് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ജനുവരി 2025 അതായത് ഡിസംബർ എക്സാമിന്റെ കേസിൽ അത് 9 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി. ജൂൺ എക്സാമിലായപ്പോഴേക്ക് 7 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് യൂണിറ്റ് നോക്കുക. സെക്കൻഡ് യൂണിറ്റ് നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൽ ജൂണിൽ 12 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഓഗസ്റ്റിലായ സമയത്ത് 11 ക്വസ്റ്റ്യൻസ് ആയി. അടുത്ത ഡിസംബറിലായ സമയത്ത് 12 ക്വസ്റ്റ്യൻസ് ആയി. ജൂണിൽ അത് 11 ക്വസ്റ്റ്യൻസ് ആയി. അപ്പൊ 12-11 ആ ഒരു രീതിയിൽ പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടേമിൽ മേ ബി നമുക്കൊരു 12 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10-11 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു യൂണിറ്റിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റ് വരുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് ജൂൺ 2024 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓഗസ്റ്റ് റീ എക്സാം നടത്തിയ സമയത്ത് അത് 10 ക്വസ്റ്റ്യൻസ് ആയി മാറിയിട്ടുണ്ട്. ജനുവരിയിൽ അതായത് ഡിസംബർ എക്സാമിൽ 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ടേമിൽ 9 ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ഈ ഒരു യൂണിറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് അല്ല. ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് 10-9 എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റ് DBMS എടുത്ത് നോക്കുവാണെങ്കിൽ DBMSൽ ജൂണിൽ 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു.
ഓഗസ്റ്റിൽ എത്രയാണ് 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഡിസംബറിലും 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് ടേമിൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 6 ക്വസ്റ്റ്യൻസ് ആണ് DBMS എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്ത് നോക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ജൂണിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു OS നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓഗസ്റ്റിൽ അത് 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുപോലെ ജനുവരിയിലും 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ടേമിൽ 16 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമ്മുടെ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെയാണ് 16 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ അടുത്ത യൂണിറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ജൂണിൽ 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റിലാണെങ്കിലും ഡിസംബറിലാണെങ്കിലും അതുപോലെ ഈ ഒരു ടേമിലാണെങ്കിലും 10, 9 എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് വന്നിട്ടുള്ളത്. ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം എന്നുള്ള യൂണിറ്റ് നോക്കുകയാണെങ്കിലും 10, 9 എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് DS. അതുപോലെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലറിന്റെ കേസിൽ വരുവാണെങ്കിൽ 10, 11 അതുപോലെ 13 വരെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. PSA എന്നാണെങ്കിലും അതുപോലെ TOC എന്നാണെങ്കിലും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് രണ്ടും. ഓക്കെ, അതുപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇതിന്റെ കേസിലും 10, 11 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റ് ആണ്. അതായത് 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, സോ ഇതുപോലെ ഓരോ യൂണിറ്റിലും ഏതൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ യൂണിറ്റിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സിലബസ് ക്ലിയർ ചെയ്യുക, എന്താണ് സിലബസ്, എത്രത്തോളം കണ്ടന്റ് അതിൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് PYQs അനലൈസ് ചെയ്തതിന് ശേഷം ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് കിട്ടുന്നുണ്ട്, ഏത് യൂണിറ്റിനാണ് കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്ത ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ യൂണിറ്റിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, SC പഠിക്കുന്ന ആ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റില്ല, ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ പഠിക്കാൻ പറ്റില്ല. അതിന്റെ ആ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല. ഓരോ യൂണിറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും ഇല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളുടെ ക്വസ്റ്റ്യന്റെ ടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കും ഇതുപോലെ. അതായത് SCന്റെ കേസിൽ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നുണ്ടാവുക, കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും SC എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുക ഇല്ലേ. അപ്പം ഈ ഒരു മെത്തേഡ് ആയിരിക്കില്ല നമുക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ കൂടുതലും ചോദിക്കുന്നത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പൊ SCന്റെ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഡിസ്ക്രീറ്റിന്റെ കേസിൽ മാത്തമാറ്റിക്കൽ ലോജിക് എന്താ, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലോജിക് എന്താ, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക് എന്താ എന്നുള്ള തിയറി ഒക്കെ പഠിച്ചു പോയാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് അല്ല അത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഓരോ യൂണിറ്റും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓരോ യൂണിറ്റിനും വരുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ലെവലായിരിക്കും. അതായത് ഡിഫറെന്റ് പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ യൂണിറ്റിനും വരുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ യൂണിറ്റും ഏതൊക്കെ രീതിയിലാണോ വരുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പൊ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് SCന് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. AI എന്നും നമുക്ക് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നാൽ AI ലാസ്റ്റ് ടേമിലൊക്കെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്, പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രോബ്ലം ബേസ്ഡിൽ വരുന്ന അടുത്തൊരു യൂണിറ്റ് ആണ് OS ഒരുപാട് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടേമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറൌണ്ട് 16 ക്വസ്റ്റ്യൻസ് OSൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 8 ക്വസ്റ്റ്യൻസോളം പ്രോബ്ലംസ് മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് അപ്ലിക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ സ്യൂഡോ കോഡ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം. ഓക്കെ, അതിന് നമ്മൾ കൺസെപ്റ്റ് അതുപോലെ കൺസെപ്റ്റ് ബേസ്ഡിലും ചില സമയത്തൊക്കെ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൂടുതലും ഈ ഒരു സ്യൂഡോ കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള രീതിയിലാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ ഓരോ യൂണിറ്റും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, അതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇപ്പൊ നമ്മൾ സിലബസ് ക്ലിയർ ചെയ്തു, അതുപോലെ PYQs നോക്കി, ഏത് യൂണിറ്റിനാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ യൂണിറ്റിന് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് ഓരോ യൂണിറ്റിൽ നിന്നും ഏത് ടോപ്പിക്കിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോക്കസ് ഏരിയ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എക്സൽ ഫയലിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേർഡ് ഫയലിൽ വേണമെങ്കിൽ ചെയ്യാം, എക്സൽ ഷീറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ വേർഡ് ഫയലിലായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് എന്തായാലും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഓരോ യൂണിറ്റിലും ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടിഒസിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് റെഗുലർ എക്സ്പ്രഷൻസ്, അതുപോലെ DFA, NFA, ചോംസ്കി ഹൈറാർക്കി. ഇതൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സോ ടിഒസിന്റെ ഫോക്കസ് ഏരിയ നോക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും വരുന്ന ടോപ്പിക്സ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈ ടോപ്പിക്സ് ഒക്കെ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അതുപോലെ OSന്റെ കേസിലാണെങ്കിൽ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, അതായത് ഡിസ്ക് ഷെഡ്യൂളിംഗ് ഉണ്ടാവാം, CPU ഷെഡ്യൂളിംഗ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഡെഡ്ലോക്ക്, പാച്ചിങ്, മെമ്മറി മാനേജ്മെന്റ്, മെമ്മറി ഹൈറാർക്കി, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് OSൽ നിന്ന് കൂടുതലും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ ഓരോ യൂണിറ്റിന്റെയും ഫോക്കസ് ഏരിയ എന്താണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ ഫോക്കസ് ഏരിയക്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മെത്തേഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിലബസ്. ഈ ഒരു സിലബസ് നോക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ലോജിക്, ഇതിൽ തന്നെ പ്രൊപ്പോർഷണൽ ആൻഡ് പ്രെഡിക്കേറ്റഡ് ലോജിക് വരുന്നുണ്ട്, പ്രൊപ്പോർഷണൽ ഇക്വലൻസീസ് വരുന്നുണ്ട്, അതുപോലെ നോർമൽ ഫോംസ് വരുന്നുണ്ട്, പ്രെഡിക്കേറ്റ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്, നെസ്റ്റഡ് ക്വാണ്ടിഫയേഴ്സ്, റൂൾസ് ഓഫ് ഇൻഫറൻസ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈ എല്ലാ ടോപ്പിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ? ഇല്ല. നമ്മൾ 2019 മുതലുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ റൂൾസ് ഓഫ് ഇൻഫറൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അതുപോലെ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇതിൽ ഈ ഒരു സിലബസിൽ പറഞ്ഞതിൽ അപ്പുറത്തേക്ക് പ്രൊപ്പോർഷണൽ ആൻഡ് പ്രെഡിക്കേറ്റ് ലോജിക് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ടോട്ടോളജി, കോൺട്രഡിക്ഷൻ, കണ്ടിജൻസി, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിന്റെ അണ്ടറിൽ വരുന്ന പല സബ് ടോപ്പിക്കുകളിൽ നിന്നുമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ഏരിയയിൽ നോട്ട് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടാവും. അതുപോലെ സെറ്റ് ആൻഡ് റിലേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് സെറ്റിൽ നിന്നുള്ള അല്ല, അധികം വരുന്നത് റിഫ്ലെക്സീവ്, സിമെട്രിക്, അതുപോലെ ഇക്വലൻസ് റിലേഷൻ, ട്രാൻസിറ്റീവ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാറുള്ളത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ അതിനെ ആ ഒരു എന്താണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ കേസിൽ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയാസ് ആണ്. ഇനി കൗണ്ടിങ് ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ഈ ഒരു രീതിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? പ്രോബബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഫോക്കസ് ഏരിയ. അതായത് ഇതിലുള്ള എല്ലാ ടോപ്പിക്കും പീജൻ ഹോൾ പ്രിൻസിപ്പിൾ ഒക്കെ ജസ്റ്റ് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. അതുപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാറില്ല. പക്ഷെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോബിലിറ്റിക്ക് വരികയാണെങ്കിൽ പ്രോബിലിറ്റിയിൽ നിന്ന് തന്നെ 52 കാരണ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്നിൽ നിന്നും ഏത് ടോപ്പിക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് ഒരു ഫോക്കസ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഗ്രൂപ്പ് തിയറിന്റെ കേസ് നോക്കാം. ഗ്രൂപ്പ് തിയറിയിലാണെങ്കിൽ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ് എന്നുള്ള ഇങ്ങനെ തന്നിട്ടുണ്ട്. അതുപോലെ സൈക്ലിക് ഗ്രൂപ്പ്, ഹോമോമോർഫിസം, ഐസോമോർഫിസം, ഓട്ടോമോർഫിസം, ഈ ഒരു ഏരിയാസിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് തിയറിയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. ഇനി ഗ്രാഫ് തിയറിന്റെ കേസിലേക്ക് വരുവാണെങ്കിലോ, ഗ്രാഫ് തിയറിയിൽ നമുക്ക് സിലബസിൽ പറഞ്ഞതിൽ അപ്പുറത്തോട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഗ്രാഫ് തിയറി. ഇതിൽ ഒരു സ്പെഷ്യൽ ഗ്രാഫ്സ് ആയിട്ട് കംപ്ലീറ്റ് ഗ്രാഫ്, കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്, സൈക്കിൾ ഗ്രാഫ്, വീൽ ഗ്രാഫ്, ക്യൂബ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള, ഇതിന്റെയൊക്കെ സ്പാനിങ് ട്രീ ബേസ് ചെയ്തിട്ടുള്ള, എഡ്ജസ് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയാസിൽ നിന്നെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. സോ അപ്പൊ ഗ്രാഫ് തിയറി നോക്കുന്ന സമയത്ത് ഇതിലുള്ള ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് നോക്കുന്നതിലപ്പുറം നമ്മുടെ PYQ നോക്കിയിട്ട് ഏതൊക്കെയാണോ PYQസിൽ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആ ഒരു ഏരിയ നമ്മുടെ ഈ ഒരു ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട്
നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബൂളിയൻ അൽജിബ്ര എന്നുള്ള ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ബൂളിയൻ ലോസ് ഒരുപാട് പ്രാവശ്യം മാത്സ് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാപ്പ് സിംപ്ലിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഡുവാലിറ്റി പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇതാണ് ഈ ഒരു ബൂളിയൻ അൽജിബ്രയിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലീനിയർ പ്രോഗ്രാമിംഗ്, ഒപ്റ്റിമൈസേഷൻ, ഈ ഒരു പോർഷൻ നമ്മൾക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ മെയിൻ റെഫറൻസ് ബുക്കിൽ ഒരുപാട് സബ് ടോപ്പിക് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതിലുള്ള എല്ലാ ടോപ്പിക്കും നമുക്ക് എന്ത് വരുന്നില്ല, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. 2019 മുന്നായിരുന്നെങ്കിൽ ഇതിൽ നിന്നെല്ലാം ട്രാൻസ്പോർട്ടേഷന് അതുപോലെ അസൈൻമെന്റ് മോഡൽസ് നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് സിലബസ്, ലേറ്റസ്റ്റ് പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് ഗ്രാഫിക്കൽ സൊല്യൂഷന്, സിംപ്ലക്സ് ആൻഡ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ്, അതുപോലെ എന്താണ് ഫോർമുലേഷനും, ഈ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള നമ്മളിപ്പം ഈ ഒരു ഫോക്കസ് ഏരിയ അനലൈസ് ചെയ്യാതെ നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക മേ ബി ഈ ഒരു ഏരിയാസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിലുള്ള എല്ലാ ഏരിയാസും നമുക്ക് എക്സാമിന് എന്തില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് ആ ഒരു ഏരിയാസിൽ മാത്രം ഈ ഒരു 3 months നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അത് മാത്രം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു 3 months എന്തായാലും നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ UGC നെറ്റ് ഡിസംബർ 2025 GRF എക്സലൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു PYQs എല്ലാം അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഈ ഒരു ഫോക്കസ് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡിങ്സും ലൈവ് സെഷൻസും മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലല്ല നമ്മുടെ ക്ലാസ് പോകുന്നത്. ഈ ഒരു റെക്കോർഡിങ്സിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണോ അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം റിസൾട്ടും നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് PYQs നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് ക്ലാസ്സുകളിലായിട്ട്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് GRF ക്ലബ് സെഷൻസ് വരുന്നുണ്ട്, PYQ ഡിസ്കഷൻ സെഷൻസ് വരുന്നുണ്ട്, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, എല്ലാ വീക്കിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അതുപോലെ ഡെയിലി ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാറുള്ളത്. സോ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു, ഫോക്കസ് ഏരിയയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഫോക്കസ് ഏരിയയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്താ? ഒന്നുമില്ല, പഠിക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളത് അല്ലെ. അതായത് ഫോക്കസ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞത് പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു, ലിസ്റ്റ് ചെയ്തു, യൂണിറ്റിന് ഏത് യൂണിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് വരെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കാം ഇതിൽ അധികവും അല്ലെ. ഒന്നില്ലെങ്കിൽ PGക്ക് അല്ലെങ്കിൽ നമ്മുടെ UGക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള യൂണിറ്റ്സ് തന്നെയാണ് ഇതിൽ വരുന്ന ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ചും കൂടി ഈസി ആണ്, നമുക്ക് കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്ന എന്തെങ്കിലും ഏരിയാസ് എന്തായാലും ഉണ്ടാവില്ല. 10 യൂണിറ്റിൽ നിന്ന് എല്ലാ യൂണിറ്റും നമുക്ക് അത്ര ഈസി അല്ലെങ്കിലും ഏറെക്കുറെ ഒരു 7 യൂണിറ്റ് ഒക്കെ നമുക്ക് അത്ര നല്ല ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു മിനിമം 55% മാർക്ക് നമുക്ക് നെറ്റ് അറ്റൻഡ് ചെയ്യാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവരായിരിക്കുമല്ലോ എന്തായാലും നിങ്ങൾ എല്ലാവരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരുപാട് പോർഷൻസ് നമ്മൾ അതിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പോർഷൻസിൽ നമുക്ക് ഈസി ആയിട്ടുള്ള, നമ്മൾ ഈ ഫോക്കസ് ഏരിയയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പോർഷൻസിൽ ഈസി ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണോ അത് വെച്ചിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ള ടോപ്പിക് ഏതാണ് അത് വെച്ചിട്ട്, ഈസി ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ് ആ ഒരു മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മെയിൻ എന്താ പറയാ ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് തീരെ അറിയാത്ത ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 or 5 days നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് മാക്സിമം ഒഴിവാക്കി നമുക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഓരോ പോർഷൻസും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻസ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് കവർ ചെയ്ത് അതിലെ PYQs വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോർഷൻസ് നമ്മൾ പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരുമ്പോൾ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കുറച്ചുകൂടി ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും, മീൻസ് ഈസിലി നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള ടോപ്പിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ ആ ഒരു ടോപ്പിക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. ഓക്കെ,
അപ്പോൾ വെറുതെ ടോപ്പിക് ഇങ്ങനെ കവർ ചെയ്ത് പോവുക എന്നതിലപ്പുറം കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഫ്രീ ആയിട്ട് നമുക്ക് NTA സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 2 മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. എയ്ഫറിന്റെ ആപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. സോ മാക്സിമം ഫ്രീ ആയിട്ടുള്ള റിസോഴ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ടീച്ചിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അതായത് ഡെയിലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഒരുപാട് പ്രോബ്ലം പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, പ്രോബ്ലംസ് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു അപ്രോച്ചിലൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു 3 months നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതെനിക്ക് 100% ഷുവർ ആണ്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നമ്മളെല്ലാം പഠിച്ചു. നമ്മുടെ മുന്നിൽ ഞാൻ പറഞ്ഞു നമുക്ക് 19 days ആണ് വരുന്നത്. അതായത് ഇന്ന് മുതൽ നോക്കുന്ന സമയത്ത് സെപ്റ്റംബർ 21 അല്ലേ. അപ്പോൾ ഈ ഒരു മന്തിൽ നമുക്കൊരു 9 days കിട്ടുന്നുണ്ടാവും. സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ നമുക്ക് എത്ര ഡേയ്സ് കിട്ടുന്നുണ്ടാവും? 31 days കിട്ടുന്നുണ്ടാവും. നവംബറിൽ നമുക്കൊരു 30 days കിട്ടുന്നുണ്ടാവും. പിന്നെ ഡിസംബറിൽ നമുക്ക് എത്ര ഡേയ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഒരു 15 to 20 days നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കാരണം ബാക്കിയുള്ള ഡേയ്സ് മേ ബി ആ ഒരു ഡേയിൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാലോ. സോ ഇവിടെ നമുക്കൊരു 15 to 20 days നമ്മൾ കൺസിഡർ ചെയ്താൽ തന്നെ നമുക്കൊരു 85 to 90 days ആണ് ഇനി നമ്മുടെ മുന്നിലുണ്ടാവുക. അപ്പൊ ഈ ഓരോ ഡേയ്സിലും നമ്മൾ ഒരു അറൗണ്ട് 5 to 6 hours ഓരോ ഡേയ്സിലും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് എത്ര കിട്ടും? 500+ hours ഈ ഒരു 90 daysലുണ്ട്. അപ്പോൾ ഈ ഒരു 500+ hours മതി നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ ലാസ്റ്റ് മന്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ പുതിയ ടോപ്പിക്സ് പഠിച്ചെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ മാറ്റി വെക്കുക. ഇതുവരെ പഠിച്ചിട്ടില്ല, അതായത് 2 months, അതായത് നമ്മളൊരു 60 to 70 days നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ആ ഒരു ഡേയ്സിൽ നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള ടോപ്പിക്കിനെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് മന്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. മാക്സിമം പോർഷൻസ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. പഠിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും റിവൈസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ്, PYQs, ഒരു PYQ നമ്മൾ ഒരു വട്ടം അറ്റൻഡ് ചെയ്തതാണെങ്കിൽ ആയിക്കോട്ടെ, വീണ്ടും അറ്റൻഡ് ചെയ്യുന്നതിനോട് നമുക്ക് എന്തേ ഉള്ളൂ, അതിനെ കൊണ്ട് ബെനിഫിറ്റ്സേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ മാക്സിമം PYQs വർക്ക്ഔട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നെറ്റിന്റെ PYQs മാത്രമായിട്ട് ഒതുങ്ങേണ്ടതില്ല, നിങ്ങൾക്ക് എന്തിന്റെ PYQ കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാവുന്നതാണ്. അതായത് ഈ ഒരു ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സിന്റെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് പോലും ചേഞ്ച് ചെയ്യാതെ അതുപോലെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും നെക്സ്റ്റ് അറ്റംപ്റ്റ്, അതായത് ഈ ഒരു ഡിസംബറിൽ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ? ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് ക്രൈറ്റീരിയ, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു ടേമിൽ നിങ്ങൾക്കും ഇതുപോലെ നെറ്റ് അല്ലെങ്കിൽ JARF പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സക്സസ്ഫുള്ളി എത്താൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.